നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അന്നം നൽകാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു അമ്മ കൊല്ലം പാൽക്കുളങ്ങരയിലാണ്. ആദ്യ അമ്മയെക്കുറിച്ചൊന്ന് കേൾക്കാം. കീമോ കഴിഞ്ഞ് വന്ന ഒരമ്മ, അങ്ങ് ഒരു 10-35 രൂപ ആട്ടോ കൂലിക്ക് അപ്പുറത്തുനിന്ന് വരുന്ന ഒരമ്മ ഒരു കത്താഴം വരെയും കൊണ്ടുപോകും. അതൊക്കെ ഒന്ന് കാണണം. അതിലാണ് സന്തോഷം. പേര് ജലജ, വീട് പാൽക്കുളങ്ങരയാണ്. തുടങ്ങാൻ കാര്യം തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വിശപ്പൊക്കെ ഒരുപാട് സഹിച്ചതുകൊണ്ട് മറ്റുള്ളവരുടെ വിശപ്പറിയാം, അതുകൊണ്ട് കൊടുക്കണമെന്ന് തോന്നി കൊടുക്കുന്നു. ചെറുപ്പകാലവും കഷ്ടപ്പാടായിരുന്നു, കല്യാണം കഴിഞ്ഞും കഷ്ടപ്പാടായിരുന്നു. ജീവിതം വളരെയേറെ കഷ്ടപ്പെട്ട് 3 മക്കളെ വളർത്തി. ഇതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. ഞാൻ തൊഴിലുറപ്പിന് പോവും, തയ്ക്കുമായിരുന്നു. ഇപ്പം നടുവും വേദണ്ട്, കാലും വേദത്ത് തയ്ക്കത്തില്ല. നാല് വർഷം തയ്യലിന് വെച്ച സമ്പാദ്യം അത് എഴുതി വാങ്ങിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങി. 1 മാസം കഴിയുമ്പോൾ പിന്നെ മോനും 4-5 കൂട്ടുകാരും കൂടെ അരിയൊക്കെ എടുത്തു തന്നു, സാധനം അരി. പിന്നെ മാമൻ്റെ മോൻ, അങ്ങനെ ബന്ധുക്കളൊക്കെ കൊണ്ട് തന്നെ 2 മാസത്തോളം കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ നോയമ്പ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് 50 പേരോളം ഉണ്ടായിരുന്നു. 12:30 വരും, 1:30 തീരും, ചിലപ്പോൾ 1:45. ചോറ് കഴിച്ചോ? ചോറ് കഴിക്കുന്നോ? പാചകമൊക്കെ ഞാൻ തന്നെ. മരണം വരെ ഇത് കൊടുക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമാണ്. എനിക്ക് വേണ്ടി ഞാൻ ഇപ്പോഴാണ് ജീവിക്കുന്നത്, ഈ സന്തോഷത്തിൽ. വയ്യാത്തവരെയൊക്കെ പോകുമ്പോൾ ഭഗവാൻ കാണിച്ചു തരും. എത്രയോ പേര് പോകുന്നു. എവിടെയെങ്കിലും ഇടിയും തള്ളുമില്ലാത്ത ഊണ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പല വീഡിയോ എടുക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഭഗവാൻ അർഹതപ്പെട്ടവരെ ഇവിടെ എത്തിക്കും. നമ്മൾ കൊടുത്ത് തീരും, പോവും. പരാതിയില്ല, ആർക്കും കിട്ടിയില്ലെന്ന് വരത്തില്ല, ഒന്നും വരത്തില്ല. ഏറ്റവും ഇഷ്ടം തോന്നിയത് അവർക്ക് കൊടുക്കാനുള്ള മനസ്ഥിതി അതാണ്. കണ്ണനേരുണ്ട്. ജലജ അമ്മ എന്തൊരു സന്തോഷത്തോടെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ സന്തോഷത്തോടെ, ആ ചിരിയോടുകൂടി ഒരു കുറച്ച് ചോറ് കിട്ടിയാൽ തന്നെ ആളുകൾക്ക് വയറ് നിറയുകയും ചെയ്യും. എങ്കിലും 19 പേർക്കൊക്കെ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട്. ഇപ്പോൾ പലരും സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ വലിയൊരു പിന്തുണയുണ്ടോ? ഇതെവിടെയാണ് കൃത്യമായി ഈ ഒരു ഭക്ഷണം നൽകുന്നത്? അവരുടെ ഒരു സന്തോഷം കണ്ണൻ അനുഭവിച്ചുകൂടി പറയും. സന്തോഷം അനുഭവിച്ചെന്ന് മാത്രമല്ല, ആ അമ്മയുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഇലക്ഷൻ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അതിനിടയ്ക്കാണ് ഞാൻ അമ്മയെ ഒന്ന് കാണാൻ പോയത് ഉച്ചയ്ക്ക്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ തിരക്കിൻ്റെ അല്ലെങ്കിൽ ആ ക്ഷീണമൊക്കെ തന്നെ മാറി. ആ അമ്മയുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കാണുമ്പോൾ പട്ടിണിയെ അറിഞ്ഞ് ജീവിച്ച ഒരമ്മയാണ്. അമ്മ പറയുന്നതനുസരിച്ച് ചെറുപ്പകാലത്ത് അച്ഛൻ്റെ അമ്മയുടെയും കാലത്ത് പട്ടിണിയായിരുന്നു. അമ്മയുടെ സ്വന്തം വീട് ഓച്ചിറയാണ്. അതിനുശേഷം വിവാഹം കഴിച്ചാണ് പാൽക്കുളങ്ങരയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഭർത്താവും മക്കളും ഒക്കെ തന്നെയായി ഒരു ദാരിദ്ര്യം പിടിച്ച ജീവിതമാണ്. അങ്ങനെയൊക്കെ ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടി തൊഴിലുറപ്പിന് പോയി, അല്ലെങ്കിൽ ബാക്കി രാത്രി വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ തയ്യൽ തൊഴിലിൽ ഏർപ്പെട്ടൊക്കെ തന്നെ ജീവിച്ച ഒരു അമ്മയാണ്. അമ്മ പറഞ്ഞത് പട്ടിണി എന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ പട്ടിണി അറിഞ്ഞ് ജീവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമ്പാദ്യം, അതായത് തയ്യൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധിയിൽ അടച്ചിരുന്ന പൈസ ഉപയോഗിച്ച് ആദ്യം സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചാണ് ഈ ഭക്ഷണം വിതരണം ചെയ്തത്. പായൽക്കുളങ്ങര അമ്പലത്തിന് സമീപത്ത് തന്നെയായിരുന്നു ആദ്യ ഭക്ഷണ വിതരണം. അതിനുശേഷം റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊട്ട് സമീപത്തേക്ക് തന്നെ മാറ്റുന്നുണ്ട്. എന്നാലും ഓരോ ദിവസവും കുറേയേറെ ആൾക്കാർ കണ്ണ് നിറഞ്ഞുകൊണ്ട് കേൾക്കാനേ മാത്രമേ സാധിക്കുകയുള്ളൂ ജിവീഷ്. കാര്യം അമ്മ പറഞ്ഞതനുസരിച്ച് ഈ ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാരും ഒരു ഗതിയും ഇല്ലാത്ത പല ആൾക്കാരും, ക്യാൻസർ രോഗികളൊക്കെ തന്നെ കീമോ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനില്ലാതെ വരുന്ന ആൾക്കാർക്ക് ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണവും അന്ന് വൈകിട്ട് അത്താഴത്തിനുള്ള ഭക്ഷണമൊക്കെ തന്നെ നൽകി വിടുന്ന, സ്നേഹത്തിൽ ചാലിച്ച വിടുന്ന ഒരു രീതിയാണ് ആ അമ്മയുടേത്. ഒരു വലിയ രീതിയിലുള്ള സമ്പാദ്യം ഒന്നുമില്ല, എടുത്തു പറയത്തക്ക രീതിയിലുള്ള സമ്പാദ്യം ഒന്നുമില്ല. സാധാരണ ആൾക്കാരൊക്കെ തന്നെയാണെങ്കിൽ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് അതിനുശേഷം വരുന്ന ഒരു 4 വർഷത്തെ ക്ഷേമനിധി പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ച് ഭാവിയിലേക്ക് ഉപയോഗിക്കാമെന്നൊക്കെ തന്നെ കരുതുന്നവരാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ പാവങ്ങൾക്ക് അന്നം ഊട്ടുക എന്നുള്ളത് ഒരു ജീവിതവ്രതമായി ഏറ്റെടുത്തുകൊണ്ടാണ് ആ അമ്മ മുന്നോട്ട് പോകുന്നതും. അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത്, ഞാൻ കഴിഞ്ഞ കുറേയേറെ കാലം മറ്റുള്ളവർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ തന്നെ ജീവിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ഈ പ്രായമേറിയ സമയത്താണ് മറ്റുള്ളവർക്ക് അന്നം ഊട്ടിക്കൊണ്ട് ഈ പ്രായമേറിയ സമയത്ത് ആ അമ്മ വിളിച്ച് ചോറ് നൽകുകയാണ്. സാധാരണ നമ്മൾ അന്നദാനമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ, ആരാധനാലയങ്ങളിലായാലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ തന്നെ വലിയ തിരക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ അമ്മ വിളിച്ച് ചോദിക്കുകയാണ്, ചോറുണ്ടോ? ഒരു അമ്മ മക്കളെ വിളിച്ച് ചോദിക്കുന്ന പോലെ ചോറുണ്ടോ? അങ്ങനെയാണ് ഇവിടെ